നമ്മൾ എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ഹരിച്ചേട്ടാ, അല്ല ഇത്തവണ നിങ്ങൾ ഇത്തവണ കുറച്ച് സ്കോർ ഒക്കെ എന്തെങ്കിലും വായിച്ചു അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സാധനം. ശരി ചേട്ടാ, എന്താണത്? ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള ബീജം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സ്വന്തമായിട്ടൊന്നുമില്ല, നമ്മള് സാധാരണ മനുഷ്യനാണ്. അതെ, പച്ചയായ മനുഷ്യർ. ഇത് മത്സരമാണ്. അടുത്ത ആള് ചൂസ് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. ശരി, പടയപ്പേട് കേട്ടോ. പോകണം. എവിടെ പോവാ? അയ്യോ, താങ്ക്സ് പറ. ഇല്ല, അത് അപ്പുറത്ത് അയ്യത്ത് പോയി നിന്ന് ആ ആക്ഷൻ കാണിച്ചത്. ഒരു കാരണവശാലും ശരത്തേട്ടനെ ഇതിൽ നിന്ന് മാറ്റാൻ ഇനി ഞാൻ പണിയെടുത്തു. അതെ, നമ്മൾ രണ്ടുപേരും പണിയെടുത്തു. എനിക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല. ഗിറ്റാർ മതി എനിക്ക്. സ്ലാപ്പ്. മതിയെന്ന് കൊറേ നേരം കൂടെ ഞാൻ ഇങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കുക. അത് എത്ര ചെയ്ത് എന്റെ നഖം തന്നെ ഉണ്ട് എന്റെ കൈ മുറിയെന്ന്. നീ സ്ലാബ് ബേസ് മാത്രം മതിയായിരുന്നു. ഇവന്മാരല്ലേ ഇതിന്റെ ഇടയ്ക്ക് എന്തിനു കയറ്റി. ശരി പോട്ടെ. നല്ല മൂടായിരുന്നു. ഇങ്ങനെ ഇത് കാണിച്ചപ്പോഴാണ് ഫസ്റ്റ് പടത്തിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞത്. വിട്ടോ മോനെ. പ്രൊഡ്യൂസർ എന്തോ ട്യൂൺ പറഞ്ഞു, അപ്പൊ ഇത് കാണിച്ചു. അപ്പോഴിറങ്ങി പോകാൻ പറഞ്ഞു. അടിപൊളി, തകർത്തു. ഇതിൽ നിന്ന് ഏതായിരുന്നു നല്ലതെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചൂസ് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ശരത്. ഇതിനാ ആര് തരും? ഇതിന് ക്യാഷ് അവാർഡായിട്ട് ഞാനിത് തന്നെ എടുക്കുന്നു. ഓക്കെ, 3 പേർക്കും ഫസ്റ്റ്. അതെ, 3 പേർക്ക് ഫസ്റ്റ്. ഓക്കെ, അങ്ങനെ സൂപ്പർ ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തോളൂ എല്ലാരും. നമ്മളൊരു ഡിവോഷണൽ റൗണ്ടിലേക്ക് പോകാൻ പോകണം. വേണ്ടിവരും അല്ലേ? അത്യാവശ്യം ദൈവത്തെ വിളിച്ചു പോയി. ഞാൻ അറിയാതെ. സോ ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ ആദ്യമായി പാടാൻ എത്തുന്നു നമ്മളുടെ സ്വന്തം ധ്രുവ മോളാണ്. സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ.
മോൾ എന്താ എങ്ങനെ ഉണ്ടായി പാടിയിട്ട്? നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി. ചോദിക്കാം. ഓക്കെ ഹരിച്ചേട്ടാ, മോൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ് ഇന്ന് മോൾ സെലക്ട് ചെയ്തത്. സോ അതിനാദ്യം ഒരു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശ്രുതിയാണ് അല്ലേ? അപ്പം മോൾ നന്നായിട്ട് പാടിയതൊന്നും മോശമായിരുന്നില്ല. പക്ഷെ ശ്രുതി ഇങ്ങനെ പിച്ചൗട്ട് തുടക്കം തൊട്ടേ ഒരു ഷാർപ്പാവുന്ന ടെൻഡൻസി ആയിരുന്നു. തുടക്കം തൊട്ടേ ഫസ്റ്റ് രാമ അതൊന്ന് ഇൻട്രോ ഒന്ന് തുടങ്ങുന്നൊന്ന് കേൾപ്പിക്കാം. ഇപ്പോഴും ഷാർപ്പാ. രാമ 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 എല്ലാം പിച്ചിങ് കറക്റ്റ് വീണില്ലേ. കാരണം ഇത് സിമ്പിൾ പാട്ടാണ് നമുക്ക് തോന്നും, പക്ഷെ ശ്രുതിയായിരുന്നു പാടാൻ ഇച്ചിരി പ്രയാസമാണ് കേട്ടാ. പല്ലവി മൊത്തത്തിൽ അതായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത്. ഷാർപ്പ് 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 എവ്രിവെയർ. പിന്നെ വിഷാദകാലേ സഖാത്വമേവ, അത് കഴിഞ്ഞ് ഭയാന്ധകാരെ അതൊന്ന് പാടിക്കേ. ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ രണ്ടാമത് ഞാൻ പാടിക്കുമ്പം എല്ലാവരും കെയർഫുൾ ആയിട്ട് പാടുന്നുണ്ട്. പക്ഷെ അല്ലാതെ അപ്പം നിങ്ങൾക്കത് ഈ ടേക്കിന്റെ സമയത്ത് അങ്ങ് പാടിയാ എന്താ? അതെ, ആദ്യം പാടിയതിനാണല്ലോ മാർക്ക്. ഹരി ടേക്ക് സമയത്ത് നമ്മൾ പറയുന്നില്ലല്ലോ പാടാൻ. കേട്ടോ, ഈ ശ്രദ്ധ നിങ്ങൾ ടേക്കിന്റെ സമയത്ത് ചെയ്താൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കില്ലേ. പിന്നെ ഭവാബ്ധി നൗക അതൊന്ന് പാടിക്കാം മോളെ. അരിയിലെത്തണം. കമ്പയർ ചെയ്യുമ്പോൾ ചരണമായിരുന്നു ബെറ്റർ. മൊത്തത്തിൽ കേൾക്കാനൊരു സുഖം ഉണ്ടായിരുന്നു. ജിത സംസാരം അതൊക്കെ നല്ല രസമായിട്ട് പാടി. അത് ഞാൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ നൈസ്ന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളെ ഇന്നത്തെ പ്രശ്നം ശ്രുതിയാണ്. ഈ പാട്ടിന് ഏറ്റവും വേണ്ടത് ശ്രുതിയായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു പൂർണ്ണത കിട്ടില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ധ്രുവ മോളെ പെർഫോമൻസ് വാസ് ഗുഡ്, പക്ഷേ പിച്ചിങ് ഇനി കുറച്ചുകൂടി ശ്രുതി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക. ധ്രുവ, ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചത് പെർഫെക്റ്റ് സോങ് സെലക്ഷൻ എന്നാണ്. കാരണം മോളുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പം ഭയങ്കര സുഖമുണ്ട്. ഇന്നത്തെ വില്ലൻ മോൾക്ക് ശ്രുതിയാണ്. ഞാൻ ഹരി പറഞ്ഞ എക്സാക്ട് ഇതൊക്കെയാണ്. ഇതാ ഭവാബ്ധീനാവുക, അത് അടിവരട്ട്, പിന്നെ ഭജേ ഭവന്തം, കുറച്ച് പ്ലാൻസിൻ്റെ ഒരു ക്ലാരിറ്റി ഒക്കെ. പിന്നെ ഹരി പറഞ്ഞ എക്സാക്ട് വാക്ക് ഞാൻ വെരി പീസ്ഫുൾ സോങ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ശ്രുതി ആ പീസ് അങ്ങ് പോവും. മോളുടെ ശബ്ദത്തിന് ആപ്റ്റ് സോങ് ആയിരുന്നു. ശ്രുതിയും കൂടെ ചേർത്തായിരുന്നു മോള് പാടിയിരുന്നതെങ്കിൽ നല്ല മാർക്ക് മേടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് മോളെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് മോള് ഈ പറയുന്നത് കംപ്ലീറ്റ് എടുക്കുന്നത്. ഈ ആറ്റിറ്റ്യൂഡ് ലൈഫ് ലോങ് വേണം കേട്ടോ. വെരി ഗുഡ്, കീപ് ദിസ് ആറ്റിറ്റ്യൂഡ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ, കുഞ്ഞുവാവേ, നല്ല പാട്ട്, ഇത് രസമാണ് ഇത് കേൾക്കാൻ. മോളെ ആരാ പാടിയേക്കുന്നത്? സുശീലാമ്മ. സുശീലാമ്മയുടെ ഒരു പ്രത്യേകത പറയാമോ? സുശീലാമ്മയുടെ വോയിസും എന്താ ഇപ്പൊ ഒരു പാട്ടാണെങ്കിൽ ആ പാട്ടിൽ കൊടുത്തേക്കുന്ന ഫീലും എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ദാസേട്ടൻ തോന്നുന്നു ആ ഫീല് കൊടുത്തല്ലേ പാടുന്നത്. ജാനകി അമ്മ ആ ഫീല് കൊടുത്തല്ലേ പാടുന്നത്. ആ പിന്നെ ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകതയാണ്, ഒരു സ്പെഷ്യാലിറ്റി സുശീലാമ്മയുടെ.
സുശീലാമ്മയുടെ ശബ്ദം ഓഫ് കോഴ്സ് അതല്ലാണ്ട് അറിയില്ല. മോളെ ആ അമ്മയുടെ ശ്രുതി ശ്രുതി. ലയം നമ്മൾ വിചാരിക്കും സുശീലാമ്മയെ തേടി തമ്പുരു പോയി ചേരുക എന്ന് ആ ശബ്ദത്തിൽ ആപത്തിൽ പാടും. അപ്പം മക്കളെ ഇത് എനിക്ക് തോന്നിയ മോള് നന്നായി, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് ശ്രുതി വിട്ടങ്ങ് കളിക്കുക. അതെന്താണ് അങ്ങനെ? ഈ നാഹം ജാനെ അത് മോളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയാൽ അതിൻ്റെ ബ്യൂട്ടിയും പോകും, നോട്ട്സ് മാറിപ്പോകത്തില്ലേ? അപ്പം അതെന്താ അങ്ങനെ? അതുപോലെ ഈ ഭവാപ്തി അതും എന്തൊരു ഷൗട്ടിങ് ആയിരുന്നു മോളെ. ഓരിങ്കർ ഒച്ച വെച്ച് മുദ്രാവാക്യം വിളിക്കുന്നോണം പാടിക്കളഞ്ഞു. അതുമൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് പാടാമോ? ആ ആ ഇപ്പൊ ഒരു സുഖമുണ്ട്. മറ്റേതും ഭയങ്കര ഒച്ചയും ബഹളമായി പോയി, പേടിച്ചു ഞാൻ കേട്ടോ മക്കളെ. അതുപോലെ ദയാസമയത്ത അത് അയ്യടാ അപ്പൊ അറിയാം കുഞ്ഞിന്. ആ പാടിക്കാൻ മോളെ അത്. ആ നികേതൊക്കെ ഷാർപ്പാണ് മോളെ. കൊള്ളാം, ഒരു വൃത്തിയുണ്ട് കേൾക്കാൻ. എന്ത് രസമുണ്ട്, നല്ല സുഖം. ആപ്റ്റ് സെലക്ഷൻ. ഉഗ്ര സെലക്ഷൻ. ഷാൻ പറഞ്ഞത് വളരെ കറക്റ്റ്. മക്കൾക്ക് വേണ്ടിയാണോ എനിക്ക് നൗഷാദ് സാബ് ഈ പാട്ട് ചെയ്ത് സുശീലാമ്മ കൊണ്ട് പാടിച്ചെന്ന് അറിഞ്ഞൂടാ ഇനി കേട്ടോ. ഇപ്പൊ എന്ത് രസമുണ്ട് കുഞ്ഞാ നീ പാടുന്നത്. എന്തൊരു കുഞ്ഞി കേട്ടോ. അത് ഇനി മക്കളെ ഇങ്ങനെ തന്നെ ചിരിച്ചിരിച്ച് നിൽക്കുക കേട്ടോ. പാടുന്നൊക്കെ തെറ്റിപ്പോ മക്കൾ മനുഷ്യരല്ലേ, തെറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ഈ ചിരി ഓക്കെ എപ്പോഴും ഉണ്ടാവട്ടെ. എന്താണ് മാർക്ക് കുറയുന്നുള്ളൂ. മാർക്ക് കുറയ്ക്കത്തില്ല, ചിരിക്കുന്നതിന് മാർക്ക് കുറയ്ക്കത്തില്ല മക്കളെ കേട്ടോ. മക്കള് നല്ല സുന്ദരിവാവയാണ്. ഈ സന്തോഷം കുഞ്ഞിന് എപ്പോഴും ഉണ്ടാവട്ടെ. ജീവിതാന്ത്യം വരെ സന്തോഷം ഉണ്ടാവട്ടെ മക്കൾ കേട്ടോ. താങ്ക് യു ശരത് സർ. ധ്രുവമോൾ മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് സാർ. മാർക്ക് 7.8. Thank you, sir. താങ്ക് യു ശരത് സർ. ഷാനിക. So I'm giving you 8. Thank you, sir. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി. പിന്നെ സമയത്തും കുഴപ്പമില്ല, മോള് പാടിയിട്ടുണ്ട്. ഈ പിച്ചിങ്ങിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ രസമായിട്ട് നല്ല സോങ് സെലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8.2. Thank you, sir. താങ്ക് യു ഹരിച്ചേട്ടാ. സോ ടോട്ടൽ 24 മാർക്സ്. ഓക്കെ കൺഗ്രാറ്റ്സ്. Thank you. അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ട്രിബ്യൂട്ട് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ ദിയ കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം ദിയ. ദിയ എന്ത് തോന്നി പാടിയിട്ട്? നന്നായി പാടി. ആ ചോദിക്കാം നമുക്ക്. ഹരിച്ചേട്ടാ. ദിയ, എന്താ സാർ? എനിക്ക് തോന്നുന്നു ദിയ ഇതുവരെ പാടിയതിൽ ഫോർ മീ ഇതായിരുന്നു ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സാർ. ഒരു ഉഗ്രൻ കോമ്പോസിഷനാണ് വിദ്യാജിയുടെ. ഗിരീഷ് ഏട്ടൻ എഴുതി. ഓഫ് കോഴ്സ് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു സോങ് ആണ്. നല്ല സെലക്ഷൻ. താങ്ക് യു സാർ. ഇത് ഞാൻ കേട്ടിട്ടുള്ളത് ദാസ് സാറിന്റെ വേർഷനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മോൾ ഏതാ പഠിച്ചത്? ഞാൻ ദലിമ മാം മാത്രം ഫുൾ പാടിയത്. ഓക്കെ. ദാസ് സാറിന്റെ ഈ വേർഷൻ എനിക്ക് ജീവന്റെ ജീവനാണ്. അത്രയും ഇതിന്റെ അപ്പുറം പാടാൻ പറ്റില്ല. അത്രയും ഇതായിട്ടാണ് അദ്ദേഹം പാടി വെച്ചിരിക്കുന്നത്. അപ്പം മോൾ ടെക്നിക്കാലിറ്റീസ് കുറെ പഠിച്ചിട്ടുണ്ട് ഇതിൽ. പക്ഷെ കുറെ കൂടി ഇതിൽ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞ് പാടുമ്പോൾ ഉള്ള വ്യത്യാസവും വെറുതെ പാടുമ്പോൾ ഉള്ള വ്യത്യാസം തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിരുന്നു ഇന്നത്തെ ഇതിൽ. ബട്ട് ഓവറോൾ ഫ്രം ബിഗിനിങ് എനിക്ക് വലിയ പിച്ച് ഔട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. കറക്റ്റായിട്ടുള്ള ലിറിക്സ്, ഒരു ലിറിക്കലി ഉള്ളൊരു പ്രശ്നമില്ലായിരുന്നു. പ്ലാൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി. സാധാരണ ത്രോട്ട് ഡ്രൈ ആവാറുണ്ട്. യു ഫൗണ്ട് ഔട്ട് സം ട്രിക്ക്. എന്തോ ഇടയ്ക്ക് വിഴുങ്ങുന്നുണ്ട് പക്ഷെ എന്ന് മാനേജ് ചെയ്യാൻ പഠിച്ചു. അത് മറ്റേത് വിഴുങ്ങുന്നത് നമ്മൾ ശരിക്കും അറിയുമായിരുന്നു. അത് ഇടയ്ക്ക് കട്ടാവുമായിരുന്നു. അപ്പോൾ ഇത്തവണ ദിയ കുറച്ച് കെയർഫുൾ ആയിട്ട് എന്നാൽ അത് വളരെ വൈസായിട്ടാണ് അപ്രോച്ച് ചെയ്തത് കേട്ടോ. മോളെ ഇതിൽ അതൊന്ന് പാടാം അനുപല്ലവി. ആ രണ്ട്
പ ഗ ഗ മ പ ധ നി ധ പ. കറക്റ്റ് നോട്ട്സ് അവിടെയൊക്കെ നമ്മളത് അറിഞ്ഞ് പാടുമ്പോൾ ഉള്ള വ്യത്യാസമായി. അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ളൊന്ന് പാടാം. അതൊന്ന് പാടി വന്നേ മോളെ. കാണാച്ചെപ്പിൽ മിന്നും മുത്തായി മിന്നും താരേരാ. കാണാച്ചെപ്പിൽ മിന്നും മുത്തായി പീലിക്കൊമ്പിൽ 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 പൂവൽ ചിന്ത പൂവൽ ചിന്ത പൂവൽ ചിന്ത പൂക്കാത്തതിന്റെ. ആ ഒരു ലൈനിൽ നമ്മൾ അങ്ങോട്ട് വരല്ലേ, അപ്പൊ അവിടെ മുമ്പ് ഒരു ബ്രേക്ക് കൊടുക്കണം. ദാരേ താരാ അങ്ങനെ എന്തോ അല്ലേ അത് മോളെ. എനിക്ക് അതൊന്നും ക്ലിയർ ആയില്ല. അത് മോള് വെറുതെ അങ്ങ് പാടി വിട്ടു. പക്ഷെ തെറ്റ് പാടിയിട്ടില്ല, എന്നാലും ഒരു ക്ലാരിറ്റി വരണമായിരുന്നു. അതൊന്ന് ലാസ്റ്റ് ലൈൻ ഒന്ന് പാടാവോ? നീ ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അത് ആ ഒരു ഷിഫ്റ്റ് അറിയിക്കണം. അതുവരെ ഇങ്ങനെ വന്നിട്ട് മഞ്ഞുമാസ പക്ഷി. അപ്പോൾ അത് എനിക്ക് ആ ഒരു ഷിഫ്റ്റാണ് ഇതിൽ മിസ് ചെയ്തത് കുറച്ച്. അത് ഇങ്ങനെ കഴിഞ്ഞത് ഇങ്ങനെ പോകുന്നത്. ദാസാറിൻ്റെ വേർഷൻ കേൾക്കണം. ഭയങ്കര രസമായിട്ടാണ് പാടിക്കൊണ്ട് ഇങ്ങനെ ആ പാട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ ചരണം സ്റ്റാർട്ട് ചെയ്ത് പിച്ചിങ് അതൊന്നും പാടാവോ? ചരണം തുടങ്ങുന്നത് നൈസ്. വാസനത്തെന്നലായി വാസന്തം വാതിലിൽ മുട്ടുമ്പോൾ മനസ്സിലായി. ഒരു എന്താ വേർഡ്സ് അവിടെ എന്താ? ആരോ മൂളും ഈണം ആരോ മൂളും ഈണം പോലെ. അപ്പോൾ ആ ഒരു വേർഡ്സിനനുസരിച്ചുള്ള ദാസാറൊക്കെ അത് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അത് ഞാൻ ചോദിച്ചത്. 2 വേർഷൻസും കേൾക്കണം. ഒരു പാട്ടിനൊരു ഒരു വേർഷൻ മാത്രമല്ല, 2 വേർഷൻസ് കേൾക്കണം. എന്നിട്ട് അതിൽ ബെസ്റ്റൊക്കെ എടുക്കണം. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പാട്ട് പഠിക്കുന്നത്. പക്ഷേ ദിയയുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോളെ എന്താ സാർ? എന്ത് രസമുള്ള കോമ്പസിഷനാണ് ഇത്. അസാധ്യം. ഉഗ്രം പാട്ട്. മോളിപ്പോൾ ആദ്യം പാടി തുടങ്ങിയപ്പോഴൊക്കെ മോക്ക് ഈവൻ ബൃഹാസ് പാടുമ്പോഴാണെങ്കിലും അത് ഷാർപ്പായിരുന്നു. അത് കുഞ്ഞിന് ഫീൽ ചെയ്തോ? താരീരൈ എന്ന് പറഞ്ഞ് മഞ്ഞമാസ പക്ഷി തുടങ്ങുന്നതന്നെ കുഴപ്പമായിരുന്നു. ആ ലൈൻ ഒന്ന് പാടാമോ? മഞ്ഞുമാസ പക്ഷി ഓ മണിത്തൂവൽ മണിത്തൂവൽ കൂടുണ്ടോ കൂടുണ്ടോ. മോളത് ഷാർപ്പാ മോള് കൂടുണ്ടോ കൂടുണ്ടോ. ആ മുളം തണ്ടിന്റെ അതൊക്കെ ഷാർപ്പായിരുന്നു. പൂക്കാത്തത് എന്ത് ഇവിടെ പാടിച്ചല്ലേ മോളെ? അതൊരു ക്ലാരിറ്റി. ആ 2 മധ്യമം കേൾക്കണോടാ. വേണ്ടേ മാ? പൂക്കാത്തതിന്റെ നീ ആ അത് കേൾക്കണം കേട്ടോ. അതും ക്രോമാറ്റിക്കാണ്. അതെങ്കിലും അതിൻ്റെ സുഖമുള്ളൂ. ഓരോ കോമ്പസിഷൻ. അതുകൊണ്ടാണ് പറഞ്ഞ മക്കൾ ഇതൊക്കെ നല്ല പാട്ടുകാരിയാണ് കുഞ്ഞ് കേട്ടോ. അതുപോലെ ചരണത്തിൽ ലൈൻ ഒന്ന് പാടാമോ? ഒന്ന് പാടിയാ കുഞ്ഞ്? വാസന്തം വാതിലിൽ മുട്ടുമ്പോൾ വാതിലിൽ മുട്ടുമ്പോൾ അത് മോളെ അത് കറക്റ്റാകട്ടാ. അതവിടെ തെറ്റ് ചെയ്തില്ല നീ. അത് നമ്മൾ ചുമ്മാ പാടുമ്പോൾ ചെറിയ മധ്യത്തിൽ നിന്ന് ഗ്ലൈഡ് ആയി പോകും. സോ അത് എന്ന് പാടിപ്പോവും അറിയാണ്ട്. പക്ഷെ നീ അത് കൃത്യമായിട്ട് എന്ന് പാടി. ബ്യൂട്ടിഫുൾ.
താങ്ക് യു പക്ഷേ ക്രോമാറ്റിക് ഒക്കെ കുഞ്ഞൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ സർ. നിങ്ങൾ നല്ലൊരു പാട്ട് എടുത്തോണ്ട് വന്നതിന് ലവ് യു മൊത്തം. ലവ് യു ടു സർ. താങ്ക് യു ശരത് സർ. ഷാനിക, ദിയ, എന്താ സർ? ദിയയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ദിയ. താങ്ക് ഇവർ യു. രണ്ടുപേരും പറഞ്ഞതിൻ്റെ ഒരു കോമൺ തിങ് ഞാൻ പറയാം. ഒരുപാട് കാര്യങ്ങൾ ദിയ മാനേജ് ചെയ്യാൻ പഠിച്ചു. വിഴുങ്ങലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഇപ്പം മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അറിയും വിഴുങ്ങുന്നത്. ഇപ്പം ഉണ്ടെങ്കിലും അത് അത്ര അങ്ങോട്ട് അറിയുന്നില്ല. പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഒളിച്ച വിഴുങ്ങുന്നത്. പിന്നെ എന്തൊരു കോമ്പോസിഷൻ, ഓ എന്തോരം ലേയേഴ്സാണ് ഈ പാട്ടിലുള്ളത് അല്ലേ. നമ്മളിത് പാടി വരുമ്പോൾ ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ ഡിസ്കവറീസ് ആണ് ഉണ്ടാകുന്നത് ഈ ഒരു പാട്ട്. ഗംഭീര കമ്പോസിഷൻ. ഈ സിനിമയിൽ തന്നെ വേറൊരു ഉഗ്രം പാട്ടുണ്ട്. ഏതാ? കൃഷ്ണകുടിയിലെ എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്, ഒരു പ്രണയകാലത്ത്. പിന്നെയും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ, അതല്ല എന്തുവാണ് പറയാൻ ഇത്ര ലേറ്റ് ആവുന്നത്? പിന്നെയും പിന്നെയും ഇത് ഞാൻ പറയാൻ പോയായിരുന്നു. ആണ്. എപ്പോ? മറ്റന്നാളോ? നിനക്ക് ഏതാണ് ഇഷ്ടം? എനിക്ക് വിണ്ണിലെ പോയി ആ. ഇതാണ് വിദ്യാജി ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ. മ്യൂസിഷ്യനാണ്, അയ്യോ അസാധ്യം. കൃഷ്ണകുടിയിലെ- ബാൻജോ വായിക്കുന്നത്, വൈബ്രഫോൺ വായിക്കുന്നതൊക്കെ അത് ഒരു നിവൃത്തിയില്ല. ഇതുപോലെ ആൽബംസ് കേട്ടോ, മീൻസ് എല്ലാ പാട്ടുകളും ഹിറ്റ്. കൃഷ്ണകുടിയിലെ ഒരു മില്ലേനിയം സ്റ്റാർസ് ഓർമ്മ, അയ്യോ ആ മില്ലേനിയം സ്റ്റാർസ്. പിന്നെ അതുപോലെ സമ്മറിൻ ബെത്ലഹേം നേരത്തെ പാടിയത്, ദേവദൂതൻ. അങ്ങനെ 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 അങ്ങ് കിടക്കുക. മോള് ഈ പറഞ്ഞ പോലെ മോളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് ഇത് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഞാനും ഇവർ പാടിച്ചത് തന്നെയാണ് എഴുതി വെച്ചത്. അനുപല്ലവിയിലെ ദൂരെ നിലാക്കുയിൽ താഴ്വാരം, ആ ഒരു അതിങ്ങനെ പോണം. അതേ സംഭവം തന്നെ ചരണത്തിലും ആ ഫേസ്റ്റ് ലൈൻ. പിന്നെ മോളെ ഡിക്ഷൻ, മോൾ ഈ വാസന്ത വാ അതാ കേൾക്കണേ, വാ ശരിക്കും കേൾക്കുന്നില്ല. അപ്പം അത് എനിക്ക് തോന്നി. പിന്നെ എങ്ങോ കാണും സ്വപ്നം എന്നൊന്നും പാടിയതൊന്നും എനിക്ക് ക്ലിയർ ആയില്ല. അപ്പം ആ ഏരിയയും കൂടെ നമ്മളൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ സർ. വേറെ കാര്യമായിട്ടുള്ള അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. നന്നായിട്ട് തന്നെ മോള് പാടി കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ദിയക്കുട്ടാ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. മോളെ മക്കളെ എന്താ സർ? 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. ദിയ എന്താ? 8.6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. എത്രയായിരിക്കും? 8.7. 9. താങ്ക് യു സർ. എന്തുകൊണ്ടാണ് 9 തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയ്ക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ദിയയുടെ ഫസ്റ്റ് ഇവിടെ വന്ന് പാടിയതിനേക്കാൾ ഒരുപാട് ദിയ ഇപ്പം ഈ കറണ്ട് റൗണ്ടിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണിച്ചത് കൂടി കൊണ്ടാണ് ഞാനൊരു, അല്ലെങ്കിൽ ഒരു 8.7 8.8 നിന്നേനെ. പക്ഷെ ആ ഒരു ഇമ്പ്രൂവ്മെന്റിന് ഐ എം ഗിവിംഗ് യു സം എക്സ്ട്രാ മാർക്സ് കേട്ടോ. താങ്ക് യു സർ. ടോട്ടൽ 26.1 മാർക്ക്. ഓക്കെ, സൂപ്പർ. അടിപൊളി. ഓടിക്കോ. സൂപ്പർ സ്റ്റാറിലെ നമ്മുടെ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു G-Tech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയിക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാനെത്തുന്നു നമ്മുടെ സ്വന്തം നിവേദ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നിവേദ്. रसूले निंकनि वाले रसूले 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 निंवर वाले रसूले 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 निंकनि वाले रसूले 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 निंवर वाले रसूले रसूले പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 Allahu Akbar, Allahu Akbar.
കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 വന്നല്ലോ റബ്ബിൻ ദൂതൻ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ നിൻ കനിവാലേ റസൂലേ നിൻ വരവാലേ റസൂലേ 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 നിൻ കനിവാലേ റസൂലേ 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 നിൻ വരവാലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നിവേദൂട്ടാ, എന്തോ ആരാ ഈ സോങ് സെലക്ട് ചെയ്തെന്ന്? ഗ്രൂമേഴ്സ്. ഓ ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഷാനിക്ക, നിവേദൂട്ടാ എന്തോ നന്നായിട്ട് പാടിയത്. താങ്ക് യു സാർ. എനിക്ക് ആകെ കുറച്ച് ലിറിക്കൽ ഡൗട്ട്സ് മാത്രമാണ്. കാരണം ശരിക്കുള്ള വാക്ക് അതിനകത്ത് പാട്ടിലുള്ളത് താഹ എന്നാണ്, ശരിക്കുള്ള വാക്ക് ത്വാഹ എന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതൊന്നുകൂടെ എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പിച്ച് ഔട്ടുകൾ ഫീൽ ചെയ്തു. അത് പിന്നെ തപസ്സിൽ നീ അലിഞ്ഞപ്പോൾ ഖുർആൻ എന്നാണ് മോൻ പറയുന്നത്. ശരിക്കും അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്യൂ ആണ്. ഖുർആൻ എന്നാണ്. ഖുർആൻ. ആ അഗൈൻ പാട്ടിലുള്ളതും ഖുർആൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ശരിക്കും QURAN ഖുർആൻ. അപ്പോഴാണ് ഇതിനൊരു ഫിനിഷ് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അപ്പം അഗൈൻ ഞാൻ പറഞ്ഞില്ല, അത് ഒറിജിനലിൽ അങ്ങനെയാണുള്ളത്. ഇറ്റ് ഇസ് ഫൈൻ. പിന്നെ മോനെ അവസാനം ഈ റസൂലെ കഴിഞ്ഞിട്ട് സല്ലല്ലാഹുൽ എത്തുന്നതിന്റെ മുന്നേ എന്താണ് ഒരു കിടിപിടി സംഭവിച്ചത്? താഴെ പെട്ടെന്ന് താഴ്ത്തി വരുമ്പോ ശ്രുതി ചെറുതായിട്ട്. അല്ല, ഞാൻ പറയുന്നത് അത് ഇന്റലിജന്റ്ലി നിങ്ങൾക്ക് മാനേജ് ചെയ്യാമായിരുന്നു. ഇപ്പൊ ആ ഒരു ഭാഗത്തിന്റെ ആദ്യത്തെ 3 ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോറസ് ആക്കാമായിരുന്നു. അതാകുമ്പോൾ നിനക്ക് തിരിച്ച് ട്രാക്കിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അപ്പൊ അതാകുമ്പോൾ ഇപ്പൊ ഇത്രയും ഭാഗങ്ങൾ കോറസ് പാടുമ്പോൾ അതിന്റെ ഒരു ഡിവിനിറ്റി ഭയങ്കരമായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇതിപ്പം പെട്ടെന്ന് ആ പിച്ച് ഷിഫ്റ്റ് വന്നപ്പോൾ ഡിസ്റ്റർബിങ് ആയിപ്പോയി. അപ്പോൾ അത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അറിയത്ത് പോലുമില്ല. നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ ഹാപ്പി ആയിരുന്നു അത് കേട്ട് കഴിഞ്ഞാൽ. കാരണം ഈ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ചൊല്ലുമ്പോൾ അത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ഒരു ചാൻറ്റ് അല്ലെങ്കിൽ ഒരു ക്വയർ പോലെ എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് എനിക്ക് കുറച്ച് പെട്ടെന്ന് ആ പിച്ചൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത് കോറസ് ആക്കാമായിരുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നിവേദ് അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ജോയിൻ ചെയ്യുന്ന രീതിയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായതിന് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തോന്നുകയാണെങ്കിൽ യു ക്യാൻ മാനേജ്. അവിടെ നിന്ന് തന്നെ പറയാം, നമുക്കിത് ഇങ്ങനെ ചെയ്താലോ, ഇവിടെ കോറസ് വരട്ടെ, എന്നിട്ട് ഞാൻ കോറസിന് കൂടെ കയറാം. ഇതിപ്പോൾ അപകടം പറ്റിയില്ലേ? അപ്പം അതിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചിന്തകൾ ആസ് എ മ്യൂസീഷ്യൻ അത്യാവശ്യമാണ് കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ പാടിയാണ്. പിന്നെ അതുപോലെ റസൂൽ പല ഭാഗങ്ങളിലും റസൂൽ ആണ് കേൾക്കണേ കേട്ടോ. റസൂൽ അത് ശരിക്കും ദാസർ പാടുന്നത് അത്ര അറ്റാക്കില് റസൂലെ ആ സാ ഇസ് വെരി പ്രോമിനന്റ് കേട്ടോ. ഇത് മോൻ പാടുമ്പോൾ കുറെയൊക്കെ റസൂലെ അതാണ് കേൾക്കണേ പല ഭാഗങ്ങളിലും.
ഓക്കെ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം നെക്സ്റ്റ് ടൈം. ഓക്കെ സർ. ഓക്കെ, ഇതിനിപ്പോൾ പുറത്ത് ഇത് ഒരു സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയ പാട്ടാണ്. അപ്പം അങ്ങനെ പാടുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പാടുക ഓക്കെ സർ. കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നന്നായിട്ട് പാടി. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ. മോനെ എന്തോ നല്ല എന്ത് സുഖാടായി പാട്ട് കേൾക്കാൻ. ബ്യൂട്ടിഫുൾ മോനെ. അതൊക്കെ Thank you, പാട്ട് sir. സെലക്ട് ചെയ്തത് താങ്ക് യു. താങ്ക് യു സാർ. പിന്നെ മോനെ എനിക്ക് ചില സംഭവങ്ങൾ പറയാനുള്ളത്. ഒന്ന് ശ്രുതി, ഷിനു നിനക്ക് പോകണ്ടാക്കി ശ്രുതി കൊടുക്കോ? മക്കളെ ഒന്ന് ആ റസൂലെ പാടിയേ. റസൂലേ നിൻ കനിവാലേ. ആ മോനെ റസൂലേ നിൻകനി, റസൂലേ നിൻകനി. എപ്പോഴും അതാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടച്ച്. റസൂലേ നിൻകനി വാ, റസൂലേ നിൻ കനിവാ. റസൂലേ നിൻ റസൂലേ നിൻകനി, റസൂലേ നിൻ കനി. റസൂലേ റസൂലേ നിൻകനി. അത് കുറെ മോർ ഓഫ് അറബിക് ഫീല് വരണം അതില് Okay, കേട്ടോ. റസൂലേ നിൻ അല്ല റസൂലേ നിൻകനി, അത് മനസ്സിൽ വെച്ചോണം. പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ മക്കളെ. അതുപോലെ പാരാകെ പാടുകയായി വന്നല്ലോ റബ്ബിൻ ദൂതൻ, അത്രയല്ലേ ഉള്ളൂ. വന്നല്ലോ റബ്ബിൻ ദൂതൻ. അങ്ങനെ കേട്ടതായിട്ട് എനിക്ക് ഓർക്കുന്നതല്ലേ. നീ ലൈവ് കേട്ട് ഞാൻ അങ്ങനെ ആയിപ്പോയതാണെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ എൻ്റെ ഓർമ്മയിൽ വന്നല്ലോ റബ്ബിൻ ദൂതൻ അത്രേ ഉള്ളൂ. വന്നല്ലോ റബ്ബിൻ ദൂതൻ. ആ മതി മതി. പിന്നെ താഹ, ഇപ്പം ഷാൻ പറഞ്ഞല്ലേ ത്വാഹ എന്നുള്ള, അതൊന്ന് പാടാമോ? താ 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 മുഹമ്മദ് താഹ, താ ആ താഹ മുഹമ്മദ് മുസ്തഫ. താ മുഹമ്മദ്. മോനെ ശബ്ദം അടപ്പുണ്ടോ? ഇല്ല. എന്താ പാട് ഒരലറ്. താ മുഹമ്മദ് മുസ്തഫ. അത് അടപ്പുണ്ട് മക്കളെ. ആ താഹയിൽ ഒരു കരകരപ്പ് കരവിറപ്പുണ്ട് കേട്ടോ. താ നീ താഹ താഹ. താഹ. ആ മോനെ മനസ്സിലായി, അത് എത്തണം മോനെ കേട്ടോ. Okay. അപ്പോഴേ അത് ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ. മറ്റെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല സുഖമുണ്ടായിരുന്നു മോ പാടുന്നത്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് ചക്കര. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. നിവേദ്, എന്തോ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ Thank you, sir. നിവേദിന്റെ sir. പെർഫോമൻസ്. അപ്പം മോനെ നന്നായിട്ട് പാടി. ഈ പറഞ്ഞത് ഒരു വലിയ പോയിന്റ്. നമ്മൾ ചില പാട്ടിൽ നമ്മുടെ ആയിട്ടുള്ളൊരു ഇന്നോവേഷനൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അവർക്ക് കോറസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ കുറച്ചും കൂടി ഒരു വൈബ് വരും, എല്ലാവരും കൂടി ഇത് ഒരുമിച്ച് ഒരു പ്രെയർ മൂഡ് വരും. ഓൾറെഡി നിവേദ് നന്നായിട്ട് പാടി, കാരണം ഇത് ആ ഒരു അറബിക് ടച്ച് കിട്ടിയാലേ അത് കേൾക്കാനൊരു സുഖം. അപ്പോൾ മോനത് കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. കുറച്ചുകൂടി കെയർഫുൾ ആവാൻ തുടങ്ങി നിവേദ്, ഒന്ന് പ്രിപ്പയർഡ് ആവാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു ചെറുതായിട്ടൊന്ന് അല്ലേ ഒരു സ്ലിപ്പ് വന്നു. പിച്ച് താഴോട്ട് വരുമ്പോ ചെറുത് പിച്ചിൻ്റെ മേ ബി എനിക്ക് തോന്നിയത് ഒരു എന്തോ സ്ലിപ്പ് വന്ന പോലെ തോന്നി Okay. സംതിങ്. അപ്പോൾ അതല്ല സല്ലല്ലാഹു അല്ല അല്ലേ സല്ലല്ലാഹു. അപ്പോൾ ആ ഒരു പോർഷനിലാണ് എനിക്ക്. പിന്നെ മോനെ മൈക്ക് പ്ലേസ്മെൻറ്റ് ഈസ് ഭയങ്കര മോശം. മൈക്കൊക്കെ ഇവിടെ ഇരിക്കുക. മൈക്ക് നമ്മൾ ക്ലോസ് ആക്കി വെച്ചാലല്ലേ എല്ലാം കേൾക്കാൻ പറ്റൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, മൈക്ക് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് പോവുക, റൈറ്റിലോട്ട് പോകുന്നുണ്ട് മൈക്ക്. ഞാൻ അത് മാത്രം ഇന്ന് പേപ്പറിൽ എഴുതിയുള്ളൂ, അല്ല ബാക്കിയൊന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഇനി സ്ലിപ്പായ ഒരു പോർഷനും. അപ്പോൾ മൈക്ക് പ്ലേസ്മെൻറ്റ് കെയർഫുൾ ആവണം കേട്ടോ. കുറച്ചുകൂടി ക്ലോസ് ആക്കി ഓക്കെ നമ്മൾ എന്ത് പാടിയാലും അത് കേൾക്കണ്ടേ ആ കേട്ടോ. ഓക്കെ എന്നാലും നല്ല എനിക്ക് ഇഷ്ടമായി, നല്ല താങ്ക് പെർഫോമൻസ്. യു സാർ. ഓക്കെ താങ്ക് യു ഹരിച്ചേട്ടാ. ഇനി അടുത്ത എന്താണ് പരിപാടി? മാർക്കിലേക്ക് കിടക്കാം. മാർക്ക് ശരത്തേട്ടാ മാർക്ക്. യാ ശരത് സർ. മക്കളെ 8.5. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക. മോനെ ഞാനൊരു 8.7. ആഹാ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ. ഞാനൊരു 6.8. ആ അവൻ തിരിച്ചിട്ടോ. 8.6. ഔ ഔ. എനിക്ക് ഇത്രയൊക്കെ കണക്കറിയാവും. പിന്നെ അവൻ കണക്കാ. കണക്കാ. ഇൻട്രോ മാത്രമല്ല മാർക്കും ക്രിയേറ്റിവിറ്റി പറയാൻ തുടങ്ങി. സോ ടോട്ടൽ 25.8 മാർക്സ്. ഓക്കെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കേടാ ഓൾ ദി ബെസ്റ്റ് ഗയ്സ്. യെസ്, എന്താ എപ്പിസോഡ് കഴിഞ്ഞു. ഞാൻ അതിനല്ലേ നീ വിളിക്കാറുള്ളത്? ഞങ്ങൾ പറഞ്ഞു. എന്നാ വെക്കോ. അപ്പൊ ഇന്നത്തെ Bye-bye. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. പോട്ടെ. സന്തോഷം. ബൈ. ബൈ. ഹരിച്ചേട്ടനൊക്കെ Bye. സന്തോഷം. ബൈ. ഗുഡ് നൈറ്റ്. യെസ് ഗുഡ് Bye-bye. നൈറ്റ്. ബൈ Good night. ബൈ.